സന്യാസ്പൂർ എന്ന ഗ്രാമത്തിൽ ഒരു അമ്മായിയമ്മയും മരുമകളും ഉണ്ടായിരുന്നു. അവർ നല്ല സുഹൃത്തുക്കളെ പോലെ ആയിരുന്നു. ഒരു ദിവസം അമ്മായിയമ്മ മരുമകളോട് ഇങ്ങനെ പറയുന്നു: മരുമോളെ, ഒരു കാര്യം അറിഞ്ഞിരുന്നോ? അടുത്ത വീട്ടിലെ രത്നമ്മ മരുമകളെ ഉപദ്രവിക്കാറുണ്ടെന്ന്. അതുകൊണ്ട് മരുമകൾ അവളുടെ വീട്ടിലോട്ട് പോയെന്ന്. അമ്മേ, എനിക്ക് തോന്നുന്നു മിക്കവാറും എല്ലാവരും അതുപോലെയാണെന്ന്. നമ്മളെപ്പോലെ വേറെ ആരും കാണില്ല. അതേ മോളെ, നമ്മളെപ്പോലെ സ്നേഹത്തിൽ ജീവിക്കാൻ ആർക്കും അറിയില്ല. എല്ലാവരും സ്നേഹത്തിൽ ജീവിച്ചാൽ വീട്ടിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ശരിയാണമ്മേ, നമ്മളെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. ആരെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ തെറ്റിദ്ധരിച്ചാലും നമ്മൾ എപ്പോഴും നല്ല സ്നേഹത്തിലായിരിക്കും. അല്ലേ അമ്മേ? അതെ അതെ, പാവം. ആ രത്നമ്മയുടെ മരുമകൾ പാവമാണ്. അവൾ അനാവശ്യമായി ആരോടും മിണ്ടാറില്ല. സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവളാണ്. പക്ഷേ അവളുടെ അമ്മായിയമ്മ അവളെ എപ്പോഴും വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ രത്നമ്മ ആന്റിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരത് മൈൻഡ് ചെയ്തില്ല. രത്നമ്മ ആര് പറയുന്നതും കേൾക്കാറില്ല. അതുകൊണ്ട് ആരും അവളോട് ഒന്നും പറയാറുമില്ല. അതെ അമ്മേ, മകൻ വളരെ നല്ലവനാണ്. മകനും കുറെ പറഞ്ഞു നോക്കിയതാ. ഇപ്പോൾ ആ വീട്ടിൽ എന്നും വഴക്കാണ്. എന്നെങ്കിലും ഒരു മാറ്റം ആ കുടുംബത്തിലുണ്ടാവും. അപ്പോൾ അവരുടെ മകൻ അവിടെ വരുന്നു. എന്താ അമ്മേ, കാര്യമായ ചർച്ചയിലാണല്ലോ. എന്താ കാര്യം? അപ്പോൾ അമ്മ അവരുടെ അയൽപ്പക്കത്തുണ്ടായ കാര്യങ്ങൾ അവനോട് പറയുന്നു. ദൈവകൃപ കൊണ്ട് നമ്മുടെ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ യാതൊരു പ്രശ്നവും കൂടാതെ സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണല്ലോ ജീവിക്കുന്നത്. ഇതിങ്ങനെ തന്നെ എന്നും തുടർന്നുകൊണ്ട് പോകണമേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അത് കേട്ടപ്പോൾ അവരും ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം എല്ലാവരും അവരവരുടെ ജോലികൾ ചെയ്യുന്നു. അമ്മേ, ഞാൻ പറമ്പിലേക്ക് പോവുകയാണ്. എനിക്കിന്ന് ഭക്ഷണം പാക്ക് ചെയ്ത് തരണ്ട. ഞാൻ വീട്ടിൽ വന്ന് കഴിച്ചോളാം. അങ്ങനെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ ചോദിക്കുന്നു: ഡാ, രാവിലെ ഒന്നും കഴിക്കാതെ എന്തിനാ നീ പറമ്പിലോട്ട് പോകുന്നത്? എനിക്കൊരു പണിയുണ്ടമ്മേ, അതുകൊണ്ടാണ് പോകുന്നത്. ഈയിടെയായി അമ്മയുടെ മോൻ വീട്ടിൽ അധികം നേരം നിൽക്കുന്നില്ല. നന്നായി ഭക്ഷണം പോലും കഴിക്കുന്നില്ല. എപ്പോഴും പറമ്പിൽ പണിയാണെന്നും പറഞ്ഞ് നടക്കുവാണല്ലോ. എന്ത് ചെയ്യുവാണോ എന്തോ, ഒന്നും മനസ്സിലാകുന്നില്ല. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി അധ്വാനിക്കാൻ അവൻ ഒരാളല്ലേ ഉള്ളൂ. ഇപ്പോൾ നിന്റെ അമ്മായിയപ്പൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഇത്രയും ബുദ്ധിമുട്ട് വരില്ലായിരുന്നു. എല്ലാം ദൈവഹിതം. വിഷമിക്കേണ്ട അമ്മേ. ഇങ്ങനെ പറഞ്ഞ് അവൾ അമ്മായിയമ്മയെ ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും വീട്ടുജോലികൾ ചെയ്യുന്നു. വീട്ടിൽ പണികൾ കൂടി വരുവാണല്ലോ. എന്താ അമ്മേ ഇങ്ങനെ പറയുന്നത്? ഞാനില്ലേ? അമ്മ വിഷമിക്കേണ്ട, എല്ലാം ഞാൻ ചെയ്തോളാം. എന്റെ മോളെ, നീ ചെയ്താലും ഞാൻ ചെയ്താലും എല്ലാം ഒന്നല്ലേ. ഒരു വേലക്കാരിയെ വെച്ചാൽ നന്നായിരിക്കും. അമ്മേ, അമ്മ ടെൻഷൻ അടിക്കാതെ. പറ്റുന്നത്ര കാലം നമുക്ക് തന്നെ ചെയ്യാം. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. മകൻ എപ്പോഴും കൃഷിയിടത്തിൽ ജോലിയിലായിരിക്കും. പക്ഷേ ആ വർഷമുണ്ടായ കനത്ത മഴയിൽ കൃഷി മുഴുവനും നശിച്ചു പോകുന്നു. അതുകൊണ്ട് മകൻ വീട്ടിൽ പറയാതെ കുറെ പണം ലോൺ എടുക്കുന്നു. ആ ലോൺ അടയ്ക്കാൻ വേണ്ടി വേറെ കടങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം പണം കൊടുത്ത കൃഷ്ണറാവു വീട്ടിലേക്ക് വരുന്നു. അയാളെ കണ്ട അമ്മായിയമ്മ ഇങ്ങനെ പറയുന്നു: എന്താ കൃഷ്ണറാവു, എന്താ ഈ വഴിക്കൊക്കെ? നിങ്ങൾ എപ്പോഴാ വീട് ഒഴിയുന്നത് എന്ന് അറിയാൻ വന്നതാ. ഒരു മാസത്തെ സമയം കഴിഞ്ഞല്ലോ. ഇനിയും എനിക്ക് കാത്തിരിക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് വീടൊഴിയണം. എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് വിവരമില്ലേ? എന്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് ഇറങ്ങിപ്പോകാൻ പറയുന്നോ? അമ്മാജി, ഇപ്പോൾ ഈ വീട് എന്റെ പേരിലാണ്. നിങ്ങൾക്കത് അറിയില്ലേ? ഇതാണ് അതിന്റെ ഡോക്യുമെന്റ്സ്. എല്ലാം ഒപ്പിട്ടതാണ്. താങ്കളുടെ മകൻ പൈസ തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് വീട് പണയം വെച്ചു. അതിന്റെയും സമയം കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു പോകണം. അല്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. ഇത് കേട്ട അമ്മായിയമ്മ ഞെട്ടിപ്പോകുന്നു. അപ്പോൾ മരുമകൾ അങ്ങോട്ടേക്ക് വരുന്നു. ഞാനെല്ലാം കേട്ടു. എന്താണ് ശരിക്കും ഉണ്ടായത്? മരുമകൾ അങ്ങനെ ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അയാൾ ഡോക്യുമെന്റ്സ് കാണിക്കുന്നു. ഇതെല്ലാം കേട്ട മരുമകൾ വല്ലാതെ ടെൻഷനാകുന്നു. അമ്മേ, വിഷമിക്കേണ്ട. നമുക്ക് വേണ്ടിയായിരിക്കും ചേട്ടൻ ഇങ്ങനെ ചെയ്തത്. പക്ഷെ എന്തു പറയാൻ, നമ്മുടെ വിധി. അമ്മ കരയാതെ. കരയല്ലേ അമ്മേ?
നമ്മുടെ പൂർവികരുടെ ഈ വീട് പണയം വെച്ച് അവൻ വലിയ തെറ്റാണ് ചെയ്തത്. അങ്ങനെ പറഞ്ഞ് അമ്മായിയമ്മ കരയുന്നു. അവർ രണ്ടുപേരും അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അവർ പോകുന്ന വഴി മകനെ കാണുന്നു. നീ എന്ത് പണിയാണ് ചെയ്തത്? വീട് പണയം വെച്ച് നീ ക്യാഷ് കടം വാങ്ങിയോ? ഇനി എന്തു ചെയ്യും? അമ്മേ, ഞാൻ കുറെ കാശ് കൃഷിക്ക് വേണ്ടി കടം വാങ്ങി. ഇതറിഞ്ഞാൽ അമ്മ വിഷമിക്കും. അമ്മയെ വിഷമിപ്പിക്കേണ്ട എന്നു കരുതി ഞാൻ പറയാതിരുന്നതാ. അങ്ങനെ മകൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്നു. അമ്മ അതെല്ലാം കേൾക്കുന്നു. കരയാതെ ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ഇങ്ങനെ പറഞ്ഞ് അവർ മകനോട് ദേഷ്യപ്പെടുന്നു. അമ്മേ, നമ്മുടെ പറമ്പിൽ ഒരു ചെറിയ വീടില്ലേ, അതിൽ താമസിക്കാം. വാ പോവാം. നീ ഇനി എന്നോട് മിണ്ടണ്ട. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ അവിടെ നിന്ന് പോകുന്നു. അവൻ വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ നടന്ന് അമ്മായിയമ്മയും മരുമകളും ആ ചെറിയ വീട്ടിലെത്തുന്നു. അവർ രണ്ടുപേരും വിഷമത്തിലായിരുന്നു. അവർ പരസ്പരം ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ആ ദിവസം കടന്നുപോയി. വൈകുന്നേരമായിട്ടും ഭർത്താവിനെ കാണാത്തത് കൊണ്ട് മരുമകൾ അമ്മായിയമ്മയോട് ഇങ്ങനെ പറയുന്നു. അമ്മേ, ചേട്ടൻ ഇതുവരെ വന്നില്ലല്ലോ. എനിക്കെന്തോ പേടി തോന്നുന്നു. അവൻ വരാത്തത് ഞാൻ കാരണമായിരിക്കും. ഞാൻ അവനെ കുറേ വഴക്ക് പറഞ്ഞില്ലേ. ശരിക്കും അവൻ കൃഷിക്ക് വേണ്ടി തന്നെയാണ് കാശ് കടം വാങ്ങിയത്. ഇപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ വഴക്ക് പറഞ്ഞു പോയില്ലേ. അവൻ എന്തിനാ ഇത്രയും കാശ് കടം വാങ്ങിയതെന്ന് എനിക്ക് അറിയണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വഴക്ക് പറഞ്ഞത്. വാ, നമുക്ക് അവനെ അന്വേഷിക്കാം. ഇങ്ങനെ പറഞ്ഞിട്ട് അവർ മകനെ അന്വേഷിച്ചു പോകുന്നു. പക്ഷെ എവിടെയും കാണാത്തത് കൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നു. അവർ വല്ലാതെ വിഷമിച്ചിരിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് അവർ കൃഷി ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. അപ്പോൾ അവിടെ ഒരു സ്വാമിജി വരുന്നു. അദ്ദേഹത്തിന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട മരുമകൾ ഇങ്ങനെ പറയുന്നു. അമ്മേ, ഒരു സ്വാമിജി നമ്മുടെ വീടിന്റെ മുന്നിലിരിക്കുന്നു. അദ്ദേഹം എന്തെങ്കിലും കഴിച്ചോ എന്തോ? ഇങ്ങനെ ഓർത്ത് ആ രണ്ടുപേരും സ്വാമിജിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അദ്ദേഹം താൻ വിശന്നിരിക്കുകയാണ് എന്നൊന്നും പറയാതെ തന്നെ അമ്മായിയമ്മ സ്വാമിജിക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നു. ആ ഭക്ഷണം കഴിച്ച ശേഷം അദ്ദേഹം നന്ദി പറയുന്നു. വളരെ നന്ദി മകളെ. ഒന്നും ചോദിക്കാതെ തന്നെ അമ്മയെപ്പോലെ എനിക്ക് ഭക്ഷണം വിളമ്പി തന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മംഗളമായി തന്നെ നടക്കട്ടെ. അങ്ങനെ പറഞ്ഞിട്ട് സ്വാമിജി അവിടെ നിന്ന് പോകുന്നു. കുറച്ചു കഴിഞ്ഞ് മരുമകൾ ഇങ്ങനെ പറയുന്നു. അമ്മേ, ഒന്ന് വന്നേ. സ്വാമിജി എന്തോ മറന്നു വെച്ചെന്ന് തോന്നുന്നു. ശരിയാണല്ലോ. പക്ഷെ സ്വാമിജിയുടെ കയ്യിൽ ഇത്തരം കിഴിയൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. അപ്പോൾ ഇതെവിടുന്ന് വന്നതാ? അതിലെന്താണെന്ന് നോക്കിക്കേ. അവർ ആ കിഴി തുറന്നു നോക്കുന്നു. അതിൽ കുറച്ച് വിത്തുകൾ ഉണ്ടായിരുന്നു. ആ വിത്തുകൾ കണ്ട് അവർ ഇങ്ങനെ പറയുന്നു. അമ്മേ, ഇത് വിത്തുകളാണല്ലോ. പക്ഷേ എന്തിന്റെ വിത്താണെന്ന് അറിയില്ലല്ലോ. വല്ല പച്ചക്കറിയുമാണെങ്കിൽ നന്നായിരുന്നു. നീ ഇത് പറമ്പിൽ ഇട്ടിട്ട് വാ. മരുമകൾ ആ വിത്തുകൾ പറമ്പിൽ വിതയ്ക്കുന്നു. വിത്ത് മണ്ണിൽ വീണതും ചെടി വളരാൻ തുടങ്ങി. ഇത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. അമ്മേ, പെട്ടെന്ന് വാ. ഞാൻ വിത്തിട്ടതും ചെടി വളർന്നു വന്നു. മരുമകൾ ഇങ്ങനെ പറഞ്ഞ് അമ്മയെ വിളിക്കുന്നു. അവർ അവിടെ വന്ന് ഈ ചെടികൾ കണ്ട് അമ്പരന്നു പോകുന്നു. ഇതെന്താ? വിത്തിട്ടതും ചെടിയുണ്ടായി വന്നല്ലോ. ഇത് അത്ഭുതമാണല്ലോ. ചിലപ്പോൾ ഇത് സ്വാമിജിയുടെ അനുഗ്രഹമായിരിക്കും. ശരി, ഇതിന് കുറച്ച് വെള്ളം ഒഴിക്കാം. അവർ രണ്ടുപേരും ചേർന്ന് ഈ ചെടിക്ക് വെള്ളമൊഴിക്കുന്നു. അവർ ചെടിക്ക് വെള്ളമൊഴിച്ചതും അതിൽ നിന്ന് കാശുണ്ടായി വരാൻ തുടങ്ങി. ഇത് കണ്ട് അവർ രണ്ടുപേരും അത്ഭുതപ്പെട്ടു പോയി. അമ്മേ, അമ്മ പറഞ്ഞത് ശരിയാണ്. ആ സ്വാമിജി നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ വന്നതായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിന്റെ അനുഗ്രഹമാണ്. അവർക്ക് വലിയ സന്തോഷമാകുന്നു. അവർ എല്ലാ ചെടിക്കും വെള്ളമൊഴിച്ചപ്പോൾ എല്ലാ ചെടിയിൽ നിന്നും കാശുണ്ടായി വരാൻ തുടങ്ങി. അവർ ആ കാശെല്ലാം എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. അമ്മേ, ഇപ്പോ ഇവിടെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ഇതുവരെ ചേട്ടൻ വന്നില്ലല്ലോ. എവിടെ പോയി, എന്ത് ചെയ്യുവാണ് എന്നൊന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. പാവം. ആ സമയം മകൻ അങ്ങോട്ടേക്ക് വരുന്നു. അവനെ കണ്ടതും അവർ രണ്ടുപേരും വളരെ സന്തോഷിക്കുന്നു. ഞങ്ങളെ ഒറ്റക്കാക്കി നീ എവിടെ പോയതായിരുന്നു മോനെ? അമ്മേ, ഞാൻ പട്ടണത്തിൽ പോയതായിരുന്നു. അവിടെ അധ്വാനിച്ച് ഞാൻ കുറച്ച് കാശുണ്ടാക്കി. നിങ്ങളുടെ മുന്നിൽ വരാനുള്ള നാണക്കേട് കൊണ്ട് വരാതിരുന്നതാണ്.
കുറച്ച് പണം ഉണ്ടാക്കിയിട്ട് വരാമെന്ന് കരുതി. പക്ഷേ എന്നെ ആരോ വീട്ടിലേക്ക് വരാൻ വേണ്ടി വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇത് കേട്ട അവർ ഇതെല്ലാം ആ സ്വാമിയുടെ അനുഗ്രഹമാണെന്ന് അവനോട് പറയുന്നു. നടന്നതെല്ലാം അവനോട് പറയുന്നു. ഇത് കേട്ട് അവൻ അത്ഭുതപ്പെട്ടു പോകുന്നു. സ്വാമിജിയുടെ അനുഗ്രഹത്താൽ ആ അത്ഭുത ചെടികളിൽ നിന്ന് കിട്ടിയ കാശുകൊണ്ട് അവർ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നു. കൂടുതൽ കാശ് കൊടുത്ത് അവർ അവരുടെ പഴയ വീട് തിരിച്ചു വാങ്ങുന്നു. സംഭവിച്ചതെല്ലാം മറന്ന് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നു.